ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എഗൺ ലേണിംഗ്. അപ്പോൾ എക്സാമിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഈ ഒരു സമയത്ത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്താ അറിയോ, എല്ലാവർക്കും എക്സാമിന് അധികം പഠിക്കാതെ എന്നാൽ നല്ല മാർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന് പറ്റിയ 2 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വരുന്നത്. എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു പക്ഷെ നിങ്ങളുടെ പോർഷൻസിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 4th യൂണിറ്റിലാണ് ഇതുള്ളത്. പാരിഭാഷിക് ശബ്ദാവലി എന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ആ വാക്കുകളൊന്ന് നന്നായി പഠിച്ചു പൊക്കോളൂ. കാരണം 8 മാർക്കിനാണ് ചോദിക്കുന്നത്. എല്ലാ വർഷവും 8 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ 8 മാർക്ക് ഈസി ആയിട്ട്, നമ്മൾ വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസറുകളൊന്നും പഠിക്കേണ്ട, ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നില്ല, അവിടെ നിങ്ങൾ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും തന്നെ എന്തില്ല, മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ഇനി നിങ്ങൾക്ക് ആൻസറും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എത്രയോ 100-200 വേർഡ്സ് പഠിക്കാനാണ്, ഇപ്പോൾ അതിൽ നിന്നാണോ ഇത് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. അത്രയും വേർഡ്സ് ഞങ്ങൾ എങ്ങനെ പഠിക്കും? പക്ഷെ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതൊരു സഹീ മിലാനാണ്. ശരിയായതിനെ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി, കൂട്ടിച്ചേർത്ത് എഴുതാം. നോക്കൂ, ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് പാരിഭാഷിക് ശബ്ദാവലി എങ്ങനെ കറക്റ്റ് ആയതിനെ ഇവിടെ ചേർത്ത് എഴുതിയാൽ മാത്രം മതി. നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അല്ലെ, നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന വേർഡിലേക്ക് കറക്റ്റ് വേർഡ് ഏതാണ് എന്ന് എടുത്ത് എഴുതിയാൽ തന്നെ നമുക്ക് ആൻസർ ആണ്. അപ്പൊ ഇവിടെ ഒന്ന് നമുക്ക് കറക്റ്റ് ആയതിനെ യോജിപ്പിച്ച് നോക്കാം. ഫസ്റ്റ് എന്താണ്? സ്പാം, അഞ്ചാഹ. ഇനി ചാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ബാത്ചിത്ത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ബാത്ചിത്ത് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ എഴുതാൻ അല്ലെ. അപ്പൊ ഇതാണ് രണ്ടാമത്തത്. ഇനി ഫോർമാറ്റിന് പ്രാരൂപ് എന്നാണ് പറയുക. ഫോർമാറ്റ് എന്നാണ് പ്രാരൂപ്. ഇനി പ്രോസസ്സിന് പ്രക്രിയ. പ്രോസസ് എന്താണ്? പ്രക്രിയയാണ്. ഇന്റർനെറ്റിന് എന്താണ് പറയുന്നത്? അന്തർജാൽ എന്നാണ് പറയുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കിയാൽ മിക്കവാറും അതിൽ നിന്ന് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വേർഡ്സ് വരാറ്. ഇനി ട്രാഷ് എന്താണ്? കൂടേതാൻ. സെർച്ച് എന്താണ്? കോജ് ആണ്. പിന്നെ എഡിറ്റിംഗ്, ഈക്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 8 വേർഡ്സ് ആണ്. ഈ 8 എണ്ണത്തിൽ ശരിയായതിനെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത് തെറ്റിപ്പോകുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഒരു ആൻസർ തെറ്റിയാൽ അടുത്തതും തെറ്റും. അങ്ങനെ മാർക്ക് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് നന്നായി നോക്കിക്കോളൂ. ലാസ്റ്റ് സമയം നോക്കിയാലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഈ ആൻസറുകൾ. ഇനി നമുക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അംഗ്രേസി സംവാദ് ക ഹിന്ദി മേ അനുവാദ് കരെ. എന്താണ് അംഗ്രേസി? ഇവിടെ ഇംഗ്ലീഷില് ഒരു ചെറിയൊരു കോൺവെർസേഷൻ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ എന്തിലേക്ക്? ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് അല്ലെ, അനുവാദ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ആ ഒരു ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ ചാപ്റ്ററിലുള്ള ഭാഗമല്ല ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ നൽകിയിട്ട് അത് പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ചോദിക്കാറ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഹായ് നീന, ഹൗ ആർ യു? അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക? ഹായ് നൈന, തും കേസി ഹോ അല്ലേ? അപ്പൊ എന്താണ് അതിന് ആൻസർ പറയാ? ഫൈൻ ആൻഡ് യു അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? ടീക് ഹൂം. നയന പറയുന്നു ടീക് ഹൂം. തും കേസി ഹോ. അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു, തും കേസി ഹോ. അപ്പൊ എന്താ പറയുന്നത്? പ്രിയ, ഐ ആം ഓൾസോ ഫൈൻ. വാട്ട് ആർ യു ഡൂയിങ്? അപ്പൊ പ്രിയ പറയുന്നു, പ്രിയ എന്താ പറയുന്നത്? മേ ബി ടീക് ഹൂം. तुम क्या कर रही हो? ഇനി എന്താ പറയുന്നത്? നത്തിങ്. അപ്പൊ എന്താ ആൻസർ പറയുന്നതിന്? കുച്ച് നെഹി. ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്താണ്?
കുച്ച് നഹി. അപ്പൊ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ താഴെ തന്നിട്ടുള്ള വേർഡ്സ് നോക്കണം. ആ വേർഡ്സ് അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എന്തായി ആൻസർ ചെയ്യാൻ എളുപ്പമായി. അടുത്തത് ഐ ആം ഗോയിങ് ടു ദ ക്യാൻറ്റീൻ. മേ ക്യാൻറ്റീൻ ജാ രഹി ഹൂം. ഐ വിൽ കം വിത്ത് യു. അപ്പൊ എന്താ ചോദിക്കുന്നത്? ഞാനും നിന്റെ കൂടെ വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? മേ ക്യാൻറ്റീൻ ജാ രഹി ഹൂം. അപ്പൊ എന്താ ചോദിക്കുക? മേ തുമാരെ സാത്ത് ആവുങ്കി. ഇവിടെ നേന ചോദിക്കാണ് മേ മേ തുമാരെ സാത്ത് ആവുങ്കി. അപ്പൊ എന്ത് പറയുന്നു? ഓക്കെ. ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ठीक है, ठीक है. പിന്നെ എന്താ ചോദിക്കുന്നത്? ഓക്കെ. വാട്ട് ഡു യു ലൈക്ക്? തുമേ ക്യാ പസന്ത് ഹേ? തുമേ ക്യാ പസന്ത് ഹേ എന്ന് ചോദിക്കുന്നു. അപ്പൊ എന്താ? അത് കൂടാതെ എന്താ ചോദിക്കുന്നത്? ടീ ഓർ കോഫി? ചായ് യാ കോഫി എന്നാണ്. ചായ് യാ കോഫി. അപ്പൊ എന്താ ആൻസർ പറയുന്നത്? നൈന പറയുന്നത് ടീ. അപ്പൊ നമ്മൾ ഇവിടെ ചായ് എന്ന് എഴുതുന്നു. അപ്പൊ ഇവിടെ ഇത്ര എഴുതി കഴിഞ്ഞാൽ 6 മാർക്കിൽ കുറയാതെയാണ് ഈ ചോദ്യം. അപ്പൊ എന്തായാലും 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്തായി? നിങ്ങൾക്ക് 2 ഷുവർ ക്വസ്റ്റ്യൻ കിട്ടി, അതും വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന. അപ്പൊ ആദ്യമേ ഇത്തരം ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നത് എന്താ? നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരും എന്ന് തന്നെയാണ്. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടാകും, പിന്നെ പാരിഭാഷിക് ശബ്ദാവലിയിൽ നിന്നുള്ള വാക്കുകൾ ചോദിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കവിതയും കഹാനിയും ലേഖിൽ നിന്നും മാത്രം വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല. നിങ്ങൾ ഇതുവരെ SSLCയിൽ 40 മാർക്കാണ് അല്ലെ? 40 മാർക്കിനുള്ള ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതും കൂടുതലും ചാപ്റ്ററുമായി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പക്ഷെ ഇത് ചാപ്റ്ററുമായി കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരിക്കൽ ഇത് അനുവാദം എന്താന്ന് പഠിപ്പിച്ചു തന്നു. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുള്ള അനുവാദം അല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളോട് അനുവാദം ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ട്രാൻസ്ലേഷൻ എന്താന്ന് നമ്മൾ പഠിച്ചു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇതുവരെ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാത്ത ഒരു കോൺവെർസേഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം നമ്മൾ പഠിച്ചു. പാരിഭാഷിക് ശബ്ദാവലി പഠിക്കുക, ട്രാൻസ്ലേഷൻ പഠിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ഹിന്ദിയിലുള്ള കേസേ ഹോ, മെറ്റീക് ഹോ, തുമേ ക്യാ ചാഹിയെ, ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് കോൺവെർസേഷൻ വായിക്കുന്നതും നമ്മുടെ കഹാനിയിലുള്ള കോൺവെർസേഷൻ ഒക്കെ ഇത് അനുവാദം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് കിട്ടിയ അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ എങ്ങനെ പഠിക്കണം എന്നുകൂടി മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. പിന്നെ അതുകൂടാതെ നമ്മുടെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം മെഗാ മാരത്തോണിൽ നമ്മൾ ഓൾ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു. അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇനിയും കാണാം. അതുവരേക്കും ബൈ.